ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത്? നമ്മളും അതേ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികളും ബ്രേക്ക്ഫാസ്റ്റും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇപ്പം ഏകദേശം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മഴയുടെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റുള്ളത്. മഴ തകർത്ത് പെയ്യുന്നുണ്ട്. രാവിലെ നല്ല മഴയാകും. അപ്പം നമ്മൾ വിചാരിക്കുന്നു നല്ലൊരു മഴ ദിവസമാണെന്ന് വിചാരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും മഴയൊക്കെ മാറി നല്ല വെയിലാവും കേട്ടോ. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊന്നും അരച്ച് വെച്ചിട്ടില്ല. അപ്പം ഇന്ന് എന്തെങ്കിലും അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പത്തിരി ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. ആദ്യം പൊടി കുഴച്ചെടുക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള അരിപ്പൊടി പത്തിരിപ്പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ചധികം നാളികേരമുണ്ട്. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത്, ചെറിയ ജീരകം, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. പിന്നെ നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് നല്ലോണം ഒന്ന് ചൂടാറുമ്പോൾ അത് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് നെസ്റ്റോയിൽ പോയപ്പോൾ നമ്മൾ ഡബിൾ ഓൾസിൻ്റെ 5 കിലോൻ്റെ ഒരു അരിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പ്രൊമോഷനിൽ പൈസ കുറവായിരുന്നു. ഞാനാണെങ്കിൽ ഡബിൾ ഓൾസ് അല്ലെങ്കിൽ ബ്രാഹ്മിൺസ് ആണ് അധികം മേടിക്കാറ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത്രയും വലിയ പാക്കറ്റല്ലേ, അപ്പോൾ അതൊന്ന് കഴിക്കണ്ടേ നമുക്ക്, അല്ലെങ്കിൽ അത് ഡേറ്റ് തീരുന്നതിന് മുമ്പ് അത് കഴിയണ്ടേ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറവാണ് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് അധികം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മൂത്താൾക്കാണെങ്കിൽ ഇങ്ങനെ പത്തിരി, അട, നൂൽപുട്ട് അങ്ങനെയുള്ള തന്നെയാണ് കൂടുതൽ ഇഷ്ടം. താഴെയുള്ള ആളുള്ളപ്പോഴാണ് അധികം ദോശ ഇഡ്ഡലിയൊക്കെ കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഇല ചീന്താനായിട്ട് പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ മഴയൊക്കെ പോയി ചെറിയ വെയിലായി തുടങ്ങി കേട്ടോ. ഞാൻ ഈ മണ്ടയ്ക്ക് കയറി നിൽക്കുന്നത് നമ്മൾ ഇല പൊട്ടിക്കാനാണ്. ഒന്ന് പത്തിരി പരത്തിയെടുക്കാൻ ഇല പൊട്ടിക്കാനാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് പോകേണ്ട മടിക്കാണ്. ഞാൻ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ മതിലിൻ്റെ മണ്ടയ്ക്ക് കയറി ചീന്തി എടുക്കണത്. അപ്പോഴേക്കും പൊടിയൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ചൂട്ടോടെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. നന്നായി ചൂടാറരുത് കേട്ടോ. അപ്പോൾ ഒരിത്തിരി ചൂടോടെ കൂടി തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. എന്നാലാണ് പത്തിരിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പൊടിയൊക്കെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുഴച്ചെടുത്താൽ മാത്രമേ പത്തിരി പരത്താനായിട്ട് പറ്റൂ. നല്ല സുഖമായിട്ട് പരത്താൻ പറ്റണമെങ്കിൽ നന്നായി പൊടി കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മൺചട്ടി പത്തിരിച്ചട്ടിയിലാണ് പത്തിരി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ പത്തിരിച്ചട്ടി ആദ്യം നമ്മൾ ചൂടാക്കാനായിട്ട് വെക്കണം. പത്തിരിയൊക്കെ പരത്തിയതിന് ശേഷം പത്തിരിച്ചട്ടി അത് ചൂടാക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചൂടാവില്ല. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ അത് പത്തിരിയൊക്കെ അങ്ങനെ പിടിക്കൂട്ടാ. നന്നായിട്ട് ചൂടാവണം പത്തിരിച്ചട്ടി. അപ്പോൾ ഞാൻ അത് പത്തിരി കുഴയ്ക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പത്തിരിച്ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കുഴച്ച് അത് ഒന്ന് പരത്തിയെടുക്കുമ്പോഴേക്കും നല്ലോണം ചട്ടിയൊക്കെ ചൂടാവും. അല്ലെങ്കിൽ ഈ പത്തിരി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് ചട്ടിയിൽ അങ്ങനെ പിടിച്ച് പിന്നെ ഒരു അങ്ങനെ നമുക്ക് എടുക്കാനും പറ്റില്ല കേട്ടോ. അതിലൊക്കെ പിടിച്ച് ആകെ വൃത്തികേടാവും. അപ്പോൾ അത് നമ്മുടെ പത്തിരിയൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പത്തിരി നല്ല ചട്ടി ചൂടായതിനു ശേഷം പത്തിരി ഇട്ട് ഒന്ന് കുറച്ച് വെച്ചിട്ട് അപ്പുറമൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് എടുത്തിട്ട് ഒന്ന് സൈഡുകളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ. അപ്പോൾ നല്ല ഉള്ളൊക്കെ ഇങ്ങനെ വിട്ടുപോരും കേട്ടോ. ഒരു 2 ഭാഗമായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ ഉള്ള് 2 പത്തിരി 2 ഇതാവും കേട്ടോ. അപ്പം അത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പൊന്തി വരില്ല. അപ്പം നമ്മൾ 2 ഭാഗമായി വരില്ല. അതുപോലെ തന്നെ പത്തിരി ആവും കേട്ടോ. നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ചൂട്ടോടെ തന്നെ കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കി അതിന് നാളികേരപ്പാലാണ് കേട്ടോ നമ്മൾ കൂട്ടി കഴിക്കാറ്. ഇവിടെ കറി അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. ചിക്കൻ കറി ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ടുള്ള കറികളോടൊന്നും പത്തിരിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അവിടെ ചിക്കൻ കറിയൊന്നും ഇപ്പോൾ രാവിലെ തന്നെ അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാറൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. എന്നാലും
മിക്കതും പത്തിരി നാളികേരപ്പാൽ തന്നെയാവും കേട്ടോ. ഇന്നും പത്തിരി നാളികേരപ്പാൽ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ്. പിന്നെ ഉച്ചക്കൽക്കേക്ക് ഇന്നിപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ തണവും മഴയും ഒക്കെ അല്ല, വലിയ തണവൊന്നും ആയിട്ടില്ല. മഴയുണ്ടെന്ന് വെച്ചാലും വല്ലപ്പോഴൊക്കെ അല്ലേ മഴയുള്ളൂ. എന്നാലും നമ്മൾ ഒരു ചിക്കൻ മരുന്ന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുള്ളത്. ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ചിക്കൻ അല്ലെങ്കിൽ മട്ടനൊക്കെ മരുന്ന് കറി ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചിക്കൻ മരുന്ന് കറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുള്ളത്. അതിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് നല്ലൊരു വറുത്തരച്ച സാമ്പാർ കേട്ടോ. അപ്പം സാമ്പാറിന് ഇതേ പരിപ്പ് കഴുകി അതിലേക്ക് ചെറിയുള്ളി, ഒരു സവാള, 2 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ചെറിയ വെളുത്തുള്ളി ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് 1-2 എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി. പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മൾ സാമ്പാർക്കുള്ള കുറച്ച് നാളികേരം വറുത്തെടുക്കണം. നാളികേരം വറുത്തരച്ചുള്ള സാമ്പാറിന് കേട്ടോ. അതിലേക്ക് ആദ്യം ഞാനൊരു കഷ്ണം കായം ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നാളികേരം, ചെറിയുള്ളി, ഒരു വെളുത്തുള്ളി, കുഞ്ഞ് വെളുത്തുള്ളി, പിന്നെ 1 സ്പൂൺ ഉലുവ, ഒരു 3-4 മണി കുരുമുളക്, പിന്നെ കറിവേപ്പില, ഇത്ര ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ സാമ്പാറിനുള്ള നാളികേരമൊക്കെ ഞാൻ വറുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കഷ്ണങ്ങളും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടൊന്ന് മാറ്റി വെച്ചു. കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം തുറന്ന് അതിലോട്ട് കഷ്ണങ്ങളും ഇട്ടു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ടാ, ഒരു ഇച്ചിരി മതി കായത്തിൻ്റെ പൊടി. നമ്മൾ കട്ടക്കായം നമ്മൾ അത് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കായത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ടു. പിന്നെ പുളിവെള്ളവും ഉപ്പും ഇട്ടിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ. ചിക്കൻ മരുന്ന് കറിയിലേക്ക് ചെറിയൊരു അരപ്പുണ്ടാക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നാളികേരം വറുത്ത് വെച്ചിട്ടില്ലേ സാമ്പാറിലേക്ക്, അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ മരുന്ന് കറിയിലേക്കുള്ള അരപ്പും കൂടി തയ്യാറാക്കാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഈ ചെറിയ ജീരകത്തിൻ്റെയൊക്കെ ഒരു മണം സാമ്പാറിലേക്ക് വരും. അപ്പോൾ ആദ്യം ഞാൻ ഈ സാമ്പാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വറുത്തരയ്ക്കുന്നതിൽ ഒട്ടും വെള്ളമില്ലാണ്ട് അരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ആ സാഹസത്തിന് മുതിർന്നില്ല. എൻ്റെ മിക്സിയിൽ അങ്ങനെ കുറച്ച് നാളികേരമൊക്കെ ആകുമ്പോൾ അത് അങ്ങനെ അരിഞ്ഞ് കിട്ടില്ല, അങ്ങനെ വലിയ അരിഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ അരപ്പ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള അരപ്പും കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പിടി കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എരിവിന് വേറെ ഒന്നും അങ്ങനെ മുളക് പൊടിയൊന്നും ഇടില്ലല്ലോ. അപ്പോൾ കുരുമുളക് നിറച്ച് കയ്യിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 സ്പൂണോളം, ചെറിയ സ്പൂണാണ് കേട്ടോ, ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി എടുത്ത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. മല്ലിപ്പൊടി അല്ല ശരിക്കും ഇടുക, മുഴുവൻ മല്ലിയാണ് ഇടുക കേട്ടോ. അപ്പം മുഴുവൻ മല്ലിയാണെങ്കിലും 2-3 സ്പൂൺ. അപ്പോൾ അത് ഇവിടുത്തെ ചെറിയ സ്പൂണാണ്. അപ്പോൾ മുഴുവൻ മല്ലി എടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ മുഴുവൻ മല്ലി ഇവിടെ ഇരിപ്പില്ല, അത് കാരണം ഞാൻ 2-3 സ്പൂൺ മല്ലിപ്പൊടി തന്നെയാണ് എടുത്തുള്ളത്. എല്ലാം കൂടി അത് അരച്ച് നന്നായി അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ആ ചെറിയ അടുപ്പിലോട്ട് അങ്ങ് മാറ്റി പിന്നെ ചിക്കൻ കഴുകിയെടുത്തുള്ളത് പാനിലോട്ട് ഇട്ടു. അപ്പോൾ പാനിൽ വെളിച്ചെണ്ണ വേറെ ഒന്നും ഒഴിക്കുന്നില്ല. നമ്മൾ കഴുകിയെടുത്ത ചിക്കൻ ആ പാനിലോട്ട് ഇട്ടിട്ട് നമ്മൾ അരപ്പ് അതിലോട്ട് ഒഴിക്കണം കേട്ടോ. ഈ അരപ്പിൽ മിക്സിയുടെ ജാറില്ല, അതിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒന്ന് ചിറ്റിച്ച് അതുകൂടി ആ 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിക്കണുള്ളൂ കേട്ടോ. വേറെ വെള്ളമൊന്നും ഒഴിക്കണില്ല. അപ്പോൾ അത് ഒഴിച്ചു. പിന്നെ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില നല്ലതാണ് കേട്ടോ. കറിവേപ്പില കുറച്ചധികം വേണം. അപ്പോൾ അത് അതിലോട്ട് ഇട്ടു. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു 2 പച്ചമുളക് ഒന്ന് കീറിയിടുന്നുണ്ട്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിടുക. കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിടുക കേട്ടോ. കുറച്ച് വെച്ചാൽ ഒരുപാട് ചെറിയുള്ളിയൊന്നും വേണ്ട, ഒരു 3-5-6 7 അല്ലി വലിയതാണെങ്കിൽ അത്രയും എടുത്താൽ മതിയാവും കേട്ടോ ചെറിയുള്ളി. അതും കൂടി ഒന്ന് അരിഞ്ഞിട്ടിട്ട് അത് നമുക്ക്
അങ്ങനെ വേവിച്ചെടുക്കുക. വേവിച്ച് നല്ല വറ്റിച്ച് എന്താ പറയുക, വറ്റി വരുമ്പോൾ കുറച്ച് നാളികേരപ്പാൽ ഞാൻ ഒഴിക്കും കേട്ടോ. എന്നിട്ട് നല്ല വരട്ടിയെടുത്താൽ 1-2 ദിവസം ഒക്കെ നമുക്കിങ്ങനെ വരട്ടി, അത് ഇപ്പോൾ ഇന്ന് കഴിക്കാനായിട്ടും കൂടുതൽ ടേസ്റ്റ് നാളെ കഴിക്കാനാണ് കേട്ടോ. അപ്പം അങ്ങനെ വരട്ടി 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 ഇങ്ങനെ കറുപ്പിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. ഇപ്പോൾ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയൊക്കെ ആണെങ്കിൽ അതിലങ്ങനെ വെച്ച് ഇന്ന് വെച്ച് നാളേക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടാക്കിയിട്ട് അങ്ങനെ കറപ്പിച്ച് വരട്ടി അങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. വളരെ നല്ലതുമാണ് കേട്ടോ. ആദ്യം നമ്മൾ വേറെ മസാലകളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അത് അങ്ങനെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് മഴക്കാലമൊക്കെ ആകുമ്പോൾ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ചിക്കനിലേക്ക് 2 പച്ചമുളക് ഒന്ന് കീറിയിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ആ മിക്സിയുടെ ജാറിലേക്കൊന്ന് ചുറ്റിച്ച് അത് മാത്രം ഒഴിച്ചിട്ടുള്ളൂ, വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അത് ഇതേ മൂടി വെച്ചു, അതവിടെ ഇരുന്നിട്ട് ആയിക്കോളൂ കേട്ടോ. അതൊക്കെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇതേ നമ്മൾ അരപ്പ് ഒഴിച്ചു, അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ചു. പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇടുന്നുണ്ട്. അതുപോലെ വെണ്ടക്കായ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കഷ്ണങ്ങളുടെ കൂടെ വെണ്ടക്കായ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഒരു 3-4 വെണ്ടക്കായ ഇടുന്നുണ്ട്, കുറച്ച് സാമ്പാർ പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു വലിയ സ്പൂണൊക്കെ സാമ്പാർ പൊടി ഇടുന്നുണ്ട് കേട്ടോ. അത് സാമ്പാർ പൊടി കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തു. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കി ഇനി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് കാച്ചിയെടുക്കാം കേട്ടോ. ആ ചോറ് ഞാൻ തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഞാനൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. ചിക്കൻ കറിയൊക്കെ തിളച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് തീ കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒരു 3-4 മിനിറ്റ് കൂടി അങ്ങനെ മൂടി വെച്ചിട്ട് പിന്നെ അത് നന്നായി ഒരുവിധം വെന്ത് വരുമ്പോൾ മൂടി തുറന്നിട്ട് പിന്നെ അങ്ങനെ വറ്റിച്ചങ്ങോട്ട് വരട്ടിയെടുക്കാൻ നല്ലത് കേട്ടോ. അപ്പോൾ മൂടിയൊക്കെ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാർ ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് പാൻ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക്, ഉലുവ, പിന്നെ അത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് പിന്നെ കുറച്ച് സാമ്പാർ പൊടി കൂടി ഒന്ന് കാച്ചുന്ന സമയത്ത് നമ്മൾ ഇടും കേട്ടോ. എന്നിട്ടാണ് അതൊന്ന് കാച്ചിയെടുക്കുക. അപ്പോൾ ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചു. അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി കൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മളത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇവിടെ ഇപ്പോൾ മല്ലിയില ഇരിപ്പില്ല, മല്ലിയില ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ നല്ല വറുത്തരച്ച നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അത് സാമ്പാറൊക്കെ റെഡിയാക്കി അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 2-3 വലിയ സ്പൂണേ ഉണ്ടാവുള്ളൂ കേട്ടോ നാളികേരപ്പാൽ. അത്ര മതി. നാളികേരപ്പാൽ ഒരുപാട് വേണ്ട കേട്ടോ. 2-3 സ്പൂൺ നാളികേരപ്പാൽ മതി കേട്ടോ. നല്ല കട്ടി തേങ്ങാപ്പാലാണ്. അത് അതിലേക്ക് ഒഴിച്ച് വീണ്ടും ഒന്ന് ഇളക്കി കുറച്ചധികം കറിവേപ്പില കൂടി വീണ്ടും ഇട്ടു കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ട് ഇനി നമ്മൾ ചെറിയ തീയിൽ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വരട്ടിയെടുത്താൽ മതി. നന്നായി വരണ്ട് അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ചിക്കൻ ഇങ്ങനെ പൊടിയായിട്ട് അങ്ങനെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ കേട്ടോ. നല്ല ഇങ്ങനെ എന്താ പറയുക, കുരുമുളകിൻ്റെയും ചെറിയ ജീരകത്തിൻ്റെയും ഒക്കെ ഒരു മണമൊക്കെ ആയിട്ട് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ മരുന്ന് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഓഫാക്കി. പിന്നെ നമ്മൾ കുറച്ച് പപ്പടം ഇരിപ്പുണ്ടായിരുന്നു. പപ്പടം ഇരിപ്പല്ല, ഇന്നിപ്പോൾ ചേട്ടൻ വാങ്ങിച്ചു കൊണ്ടുവന്ന പപ്പടം. ഇവിടെ ഞാൻ അങ്ങനെ പപ്പടം വാങ്ങി വെക്കാറൊന്നുമില്ല കേട്ടോ. പപ്പടം അങ്ങനെ കഴിക്കണം നല്ലതല്ല. പിന്നെ ഇവിടെ പപ്പടം ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നത് ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച് ഉച്ചയ്ക്ക് കഴിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ എടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ പപ്പടം കഴിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പപ്പടം വാങ്ങിക്കാറുമില്ല കേട്ടോ. ഇന്നിപ്പോൾ ചേട്ടന് കഴിക്കണം തോന്നിയിട്ടാന്ന് തോന്നുന്നു ആൾ പപ്പടം വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളതൊന്ന് കുത്തിക്കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് പപ്പടം ഒന്ന് വറുത്തെടുത്തു. പിന്നെ നമ്മൾ ചീഞ്ചട്ടിയിൽ കുറച്ച് ചെറിയുള്ളി ചതച്ചതും പിന്നെ കറിവേപ്പില ഇട്ട് മൂപ്പിച്ചു. അതിനുശേഷം കുറച്ച് കുത്തുമുളക് ചതച്ച മുളകും അതിലോട്ടിട്ട് മൂപ്പിച്ച്
പിന്നെ നമ്മൾ വറുത്ത് വെച്ചുള്ള പപ്പടം അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു ബൗളിലോട്ട് അങ്ങോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇവിടെ അങ്ങനെ ദിവസങ്ങളോളൊന്നും ഇരിക്കില്ല കേട്ടോ. അപ്പോൾ എത്ര പപ്പടം അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അവർ കഴിച്ച് തീർക്കൂട്ടാ. അപ്പം നമ്മൾ കുറച്ച് ദിവസമൊക്കെ എടുക്കണമെങ്കിൽ കുറേ ദിവസം അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് പപ്പടം മുഴുവനായിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അത് കഴിക്കാനായിട്ട്. പിന്നെ അതൊക്കെ പണി കഴിഞ്ഞ് പിന്നെ അതേ നമ്മുടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും പാത്രം കഴുകലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് വയ്ക്കിയപ്പോൾ നമ്മൾ നമ്മുടെ അങ്ങനെ പലചരക്ക് പൊടികളും അരിപ്പൊടി, ഗോതമ്പ് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ ബേക്കറി ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കണത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അത് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ അടുത്തത് ഇട്ട് വയ്ക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്കതൊരു എന്താ പറയുക, പാത്രങ്ങളൊക്കെ ആകെ വൃത്തികേടാവും. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി അതൊക്കെ ഒന്ന് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് വെള്ളം വാർന്നതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് നമ്മളൊന്ന് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വയ്ക്കും, അല്ലെങ്കിൽ പിന്നെ നന്നായി തുടച്ചിട്ട് പിന്നെ ഇട്ട് വയ്ക്കാറാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെള്ളം വാരാനായിട്ട് വെച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അതേ ഭക്ഷണം കഴിക്കുന്നത്. സാമ്പാറുണ്ട്, പിന്നെ ഒരു ഉപ്പുമാങ്ങ കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങക്കാലായപ്പോൾ കുറച്ച് മാങ്ങ ഉപ്പുമാങ്ങ ഇഷ്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഭരണിയൊക്കെ വാങ്ങിച്ചെങ്കിലും ഉപ്പുമാങ്ങ ഇട്ട് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എൻ്റെ അനിയൻ്റെ ഭാര്യ തന്നതാണ് അവൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ് ചമ്മന്തി ഉണ്ടാക്കാനും അതുപോലെ ഇങ്ങനെ സാമ്പാർ അങ്ങനെ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ അത് ഓരോ ഉപ്പുമാങ്ങ അങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഉപ്പുമാങ്ങയും എടുത്തിൻ്റെ സാമ്പാറും പിന്നെ നമ്മുടെ ചിക്കൻ മരുന്ന് കറിയും കുറച്ച് പപ്പടം കുത്തി കാച്ചിയതൊക്കെ കൂടി നല്ല നാടൻ ഒരു ഉച്ചയൂണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് പിന്നെ വൈകിട്ടാണ് കേട്ടോ അത് നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊടികളൊക്കെ എടുത്തുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ ഇപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആകുമ്പോഴും എത്ര വൃത്തിയായിട്ട് നമ്മൾ എടുത്താലും എങ്ങനെയായാലും ആ മഞ്ഞൾപ്പൊടിയുടെ കറ ഒക്കെ അതിൽ അങ്ങനെ പറ്റൂട്ടാ. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ പിന്നെ ആ പാത്രങ്ങളൊക്കെ അങ്ങനെ എന്നും പുതിയ പോലെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇവിടുത്തെ മൂത്താൾക്ക് വൈകിട്ട് എന്തെങ്കിലും ചായക്ക് വേണം കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ മിക്ക ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അവിൽ കുഴയ്ക്കുകയും അല്ലെങ്കിൽ അട ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതല്ല നല്ലത്. നമ്മൾക്ക് ഇങ്ങനെ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ലല്ലോ. അപ്പോൾ പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. ചില ദിവസം നമുക്ക് ഒരു മടി പിടിക്കില്ലേ. അപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് വാങ്ങിച്ചു വയ്ക്കുന്നത് ബിസ്ക്കറ്റും റസ്ക്കൊക്കെ ആയിട്ടാ. അപ്പോൾ അതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.